വിവിധ സ്ഥലങ്ങളിൽ 33 വർഷമായി കുടുംബമായി കർണാടകയുടെ കർണാടകയിൽ വേല ചെയ്തു. വേല എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ സ്നാനപ്പെട്ട് വരുന്നത്. നീ ഓക്കെ മേലാൽ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അത്രേ. ഓക്കെ ഓക്കെ. സുവിശേഷ വേല തന്നെ, കർത്താവിന്റെ വേല ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇനി അഥവാ ഈ ഉത്തരം തെറ്റി പോയാൽ നിരാശ തോന്നുന്നു. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473372726 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം സങ്കീർത്തനം 102. ആദ്യം ഉത്തരമയച്ചത് ബിജി സാൻജോസ്, കൊല്ലം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ബൈബിൾ ബ്രെയിൻസിനെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാരണം ഈ ഷൂട്ട് നടക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയ ഒരു ദർശനമാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമും അനേകരിലേക്ക് ബൈബിൾ ജ്ഞാനം പകരുന്നതിന് ഒരു വഴിയുമായി തീർന്നിട്ടുള്ളത്. ഇന്ന് കർണാടകയിലുള്ള വിവിധ ആളുകളോട് സംസാരിക്കാനും അവരുടെ അനുഭവങ്ങളെ ഒപ്പിയെടുക്കാനും ബൈബിളിൽ പ്രിയപ്പെട്ടവർക്ക് ദൈവദത്തമായി നൽകപ്പെട്ടിരിക്കുന്ന ജ്ഞാനം പരിശോധിക്കാനും താലന്തുകളെ ഒരിക്കൽ കൂടെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കാനുമുള്ള അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ബൈബിൾ ബ്രെയിൻസിനെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു എപ്പിസോഡ് കൂടിയാണ്. വളരെ ഹാർദവമായ സ്വാഗതം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥിയെ ബൈബിൾ ബ്രെയിൻസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്ന് പരിചയപ്പെടുത്താമോ? പേരും ദേശവും ഒക്കെ. എൻ്റെ പേര് സൂസൻ ജോസഫ്. സൂസൻ ജോസഫ്. എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ തലവടി എന്ന് തലവടിയാണ്. ഞങ്ങൾ 33 വർഷമായിട്ട് കുടുംബമായിട്ട് കർണാടകയിൽ വിവിധ 33 വർഷമായി കർണാടകയുടെ വേല ചെയ്തു. വേല ചെയ്തുകൊണ്ട് ഇപ്പൊ
IPC-യുമായിട്ട് IPC-യോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ മംഗലാപുരം IPC ചർച്ചിലാണ്. മംഗലാപുരം IPC ചർച്ചിൽ. അത് നമ്മള് മലയാളികൾക്കിടയിലുള്ള പ്രവർത്തനമാണോ അതോ നമ്മുടെ ഇവിടെ പ്രാദേശിക ഭാഷകൾ? ഇപ്പം ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് മലയാളം ഇംഗ്ലീഷാണ്. മലയാളം ഇംഗ്ലീഷ് ചർച്ചിലാണ് ഇപ്പോൾ ഇപ്പോൾ ശുശ്രൂഷ. നേരത്തെ കന്നഡ മലയാളം എല്ലായിടത്തും. കന്നഡയിലുള്ള ആളുകളൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്ന സമീപനങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? മംഗലാപുരത്ത് കന്നഡ ആരാധനയില്ല. നേരത്തെ ഇരുന്നിടത്ത് പലയിടത്തും ഉണ്ടായിരുന്നു. നേരത്തെ ഇരുന്ന പലയിടങ്ങളിലും കന്നഡ ആരാധന കൂടെ ഉണ്ടായിരുന്നു. 33 വർഷമാകുമ്പോൾ മിക്കവാറും കന്നഡയിലും മലയാളം പോലെ തന്നെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. സംസാരിക്കാൻ കഴിയും. അങ്ങനെ അവരോട് സംസാരിച്ച് അവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് നാട്ടിൻപുറത്ത് സുവിശേഷ വേലയും ഇവിടുത്തെ സുവിശേഷ വേലയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് കാണുന്നത്? ഞാൻ സുവിശേഷ വേലയ്ക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഇറങ്ങിയത്. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ സ്നാനപ്പെട്ട് വരുന്നത്. നേരത്തെ ഞാൻ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അന്നേരം ഇങ്ങനെ വന്നതിന് ശേഷമാണ് സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഇച്ചിരി ഹാർഡാണ്. ആരംഭകാലത്തിലെ പോലെ ഇപ്പോൾ നമുക്ക് സുവിശേഷം ഇങ്ങനെ പോയി പറയാൻ പറ്റത്തില്ല. പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പരസ്യമായിട്ട് സുവിശേഷം പറയുന്നതിന് തടസ്സമുണ്ട്. ഇവിടെ എന്തെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ നമ്മുടെ സുവിശേഷകർക്ക് അങ്ങനെ എന്തെങ്കിലും വിരോധികൾ വരികയോ സുവിശേഷകര് പീഡനം അനുഭവിക്കുകയോ ചെയ്യേണ്ട സാഹചര്യം ബാംഗ്ലൂരിലുണ്ടോ? ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഞങ്ങൾക്ക് സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. തടസ്സങ്ങളുണ്ട് സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ. രാഷ്ട്രീയമായും പ്രാദേശികമായും ഒക്കെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും നിങ്ങളെയൊക്കെ ഒന്ന് വന്ന് കാണാൻ സാധിച്ചതും ഇവിടുത്തെ വേലയെക്കുറിച്ച് അറിയാൻ സാധിച്ചതും നിങ്ങളിലേക്കൊക്കെ എത്താൻ കഴിയുന്നതും ഏറ്റവും സന്തോഷമാണ്. ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഈ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷമാണ്. നമുക്ക് ഇനിയും അനുഭവങ്ങളിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ മത്സരങ്ങളിലേക്ക് കൂടെ പ്രവേശിക്കാം. എന്തുകൊണ്ടായിരിക്കും ബൈബിൾ ക്വിസിന്റെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് തോന്നിയേ? ഇതിനു മുമ്പ് മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പരിശീലനം ഉള്ളത് കൊണ്ടാണോ? യുവജനമായിരുന്ന സമയത്ത് മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഒത്തിരി മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ട്. ടെൻഷനൊന്നും ഇല്ലല്ലോ? ടെൻഷനൊന്നും ഇല്ല. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ശ്രദ്ധിക്കുന്നതാണെങ്കിൽ കൂടെ ഞാനൊന്നുകൂടെ പറയാം. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് 12 ചോദ്യങ്ങളാണുള്ളത്. 12 ചോദ്യങ്ങൾ 3 സെഗ്മെന്റ് ആയിട്ടാണ് ആ 12 ചോദ്യങ്ങൾ. ആദ്യത്തെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ ഒരു സേഫ് സോണിൽ എത്തിച്ചേരുന്നു. രണ്ടാമത്തെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ അടുത്ത സേഫ് സോണിൽ. ഒടുവിൽ 3 ചോദ്യങ്ങൾ 6000 രൂപയുടെ സമ്മാനം ഒരു സേഫ് സോണിൽ. ഒടുവിൽ 12ാമത്തെ ചോദ്യം ബമ്പർ ചോദ്യം. ഇത്രയും ലളിതമാണ്. 12 ചോദ്യങ്ങളെ ഉള്ളൂ. 12 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ഈ 10,000 രൂപ എന്ന സമ്മാന തുകയിൽ നമുക്ക് വളരെ ലളിതമായിട്ട് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. മത്സരത്തിലെ ആദ്യത്തെ ചോദ്യം, 176 വാക്യങ്ങളുള്ള സങ്കീർത്തനത്തിലെ പുസ്തകം ഏതാണ്? ഓപ്ഷൻ എ 121, ഓപ്ഷൻ ബി 119, ഓപ്ഷൻ സി 64, ഓപ്ഷൻ ഡി 91. ഓപ്ഷൻ ബി 119. ഓപ്ഷൻ ബി 119. 119 നമ്മൾ ഉറപ്പിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഉത്തരമാണ്. അത്രത്തോളം ബൃഹത്തായ വാക്യങ്ങളുള്ള സങ്കീർത്തനങ്ങൾ വേറെയില്ല. ഓപ്ഷൻ ബി 119 ഉത്തരം ശരിയല്ലേ? ഓപ്ഷൻ ബി 119 ഉത്തരം ശരിയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. മുമ്പിലേക്ക് പോകുമ്പോൾ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചില വാക്കുകളോ ആശയങ്ങളോ ഒക്കെ ചോദ്യത്തിൽ വ്യത്യാസം കാണും. അപ്പോൾ ചോദ്യം കൃത്യമായി റീഡ് ചെയ്യുക. ആശയക്കുഴപ്പം വരുത്തുന്ന ഉത്തരങ്ങളും കാണും. പെട്ടെന്നൊരു ഉത്തരം പറയാതെ ആ ഉത്തരത്തിലേക്ക് വളരെ ചിന്തിച്ചും ആലോചിച്ചും ഉത്തരം പറയാൻ പരിശ്രമിക്കുക. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തെറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം, ഗലാത്യ ലേഖനത്തിൽ പറയപ്പെടുന്ന ആത്മാവിന്റെ ഫലങ്ങൾ എത്രയാണ്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 12. ആത്മാവിന്റെ ഫലങ്ങൾ എത്ര? ഓപ്ഷൻ ബി 9. ഓപ്ഷൻ ബി 9 ഉത്തരം ഉറപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ല.
ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതെ. ഓക്കെ. ഓപ്ഷൻ ബി 9 എന്ന ഉത്തരം ശരിയാണോ? ഓക്കെ, ഓപ്ഷൻ ബി 9 എന്ന ഉത്തരവും ശരിയാണ്. ഇനി മുമ്പിലേക്ക് ഇവിടുത്തെ സുവിശേഷ വേലയിൽ അങ്ങനെ പ്രതിരോധം ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടായോ? എവിടെയെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറേണ്ടി വരുന്ന അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്ന് മാറേണ്ടി വന്ന ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞങ്ങള് സാധാരണ ഈ ക്രിസ്മസിന്റെ സീസണിൽ ഇങ്ങനെ ക്രിസ്മസ് കരോളായിട്ട് ഇറങ്ങി ഇങ്ങനെ ട്രാക്റ്റ് ഒക്കെ കൊടുത്തു പോകും, പാട്ടൊക്കെ പാടി ഇങ്ങനെ സഭകളിലൊക്കെ പോയിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ ഈ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്ന ബാംഗ്ലൂരിലൊരു സ്ഥലം, ബൊമ്മസാന്തിര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വർഷം ഞങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോയി. 2ാം വർഷം ഞങ്ങൾ ഇറങ്ങിയപ്പം ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ ഞങ്ങളെ ആൾക്കാർ ചുറ്റി എല്ലാം സാധനങ്ങളെല്ലാം ഇട്ട്, പിന്നെ ഞങ്ങളെല്ലാം മൗനമായിട്ട് നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവരൊന്നും ചെയ്തില്ല. ഇങ്ങോട്ട് കയറല്ല, പൊക്കോണമെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടു. ഉപദ്രവമൊന്നും ഉണ്ടായില്ല. നീ മേലാൽ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിട്ടിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള പ്രതിരോധങ്ങൾ ഉണ്ട് താനും ഇവിടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലാത്തത് ആരെ കുറിച്ച്? ഓപ്ഷൻ എ അബ്രഹാമിനെ കുറിച്ച്, ഓപ്ഷൻ ബി ശലോമോനെ കുറിച്ച്, ഓപ്ഷൻ സി ആമോസ്, ഓപ്ഷൻ ഡി യോന. താഴെ പറയുന്നവരിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലാത്തത് ആരെ കുറിച്ച്? ഓപ്ഷൻ സി ആമോസ്. ഓപ്ഷൻ സി ആമോസ്. ഉത്തരവ് ഉറപ്പിക്കാം. സംശയമില്ല, അബ്രഹാമിനെ കുറിച്ച് കൃത്യം പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിന് മുൻപേ ഞാനുണ്ട്, ശലോമോനേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ടെന്നുള്ള പ്രയോഗമുണ്ട്. യോന കടലാനയുടെ വയറ്റിൽ 3 ദിവസമായിരുന്നു പോലെ മനുഷ്യപുത്രനുമായിരിക്കും. പിന്നെ ഇല്ലാത്തത് ആമോസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആമോസ് കൃത്യമാണോ? ആ ഉത്തരവ് ശരിയാണ്. 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകി വളരെ നല്ല രീതിയിൽ തന്നെ മത്സരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ ഇസഹാക്ക്, ഓപ്ഷൻ ബി അബ്രഹാം, ഓപ്ഷൻ സി യാക്കോബ്, ഓപ്ഷൻ ഡി യോസഫ്. ഇവരിൽ ആരാണെന്ന് പറഞ്ഞു? ഓപ്ഷൻ സി യാക്കോബ്. ഓക്കെ, ഓപ്ഷൻ സി യാക്കോബ്. ഉത്തരവ് ഉറപ്പിക്കാം. സംശയമൊന്നുമില്ല. യോസഫിന് ആപത്ത് സംബന്ധിച്ച് യാക്കോബ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഓക്കെ, ഓപ്ഷൻ സി യാക്കോബ് എന്ന ഉത്തരവ് ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. അങ്ങനെ 1ാമത്തെ റൗണ്ട് കൃത്യമായി പൂർത്തീകരിച്ചു. ഒരു സമ്മാന തുകയിൽ എത്തിയിട്ടുണ്ട്. ഇനി അതിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വരില്ല. ഇനിയും മുന്നോട്ട് പോകട്ടെ. അപ്പോൾ മുന്നോട്ട് നമുക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 2 ഓപ്ഷൻ മുമ്പിൽ തരികയാണ്. ഒന്നുകിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പുതിയ നിയമം. പുതിയ നിയമത്തിൽ നിന്നാണ്. ഞാൻ എല്ലാവരോടും ചോദിക്കും, എന്താണ് പുതിയ നിയമത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക? കുറച്ചുകൂടെ കൈകാര്യം ചെയ്യാൻ എളുപ്പം. രണ്ടും ഒരുപോലെ തന്നെ വായിക്കാറുണ്ട്, എങ്കിലും കുറച്ചും കൂടെ പുതിയ നിയമത്തിലാണ് ഈ കാലങ്ങളിൽ കൂടുതൽ കേൾക്കുന്നതും വായിക്കുന്നതും പുതിയ നിയമമായതുകൊണ്ട് ഉത്തരം പറയാൻ എളുപ്പം പുതിയ നിയമമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ ഈ യൂട്യൂബിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരം അറിയിക്കുക. നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 1ാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1ാം സൂചന. ഇതൊരു പുതിയ നിയമ പുസ്തകമാണ്, എന്നാൽ സുവിശേഷവുമല്ല പ്രവചനവുമല്ല. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. അപ്പം നമുക്ക് മടങ്ങി വരാം, പുതിയ നിയമത്തിലേക്ക് പോകാം. പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ മത്തായി, ഓപ്ഷൻ ബി മർക്കോസ്, ഓപ്ഷൻ സി ലൂക്കോസ്, ഓപ്ഷൻ ഡി യോഹന്നാൻ. ആരാണ് രേഖപ്പെടുത്തിയത്? ഓപ്ഷൻ ഡി യോഹന്നാൻ. ഓപ്ഷൻ ഡി യോഹന്നാൻ. ഉത്തരം ഉറപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ
7 ഞാനാകുന്ന ഞാനാകുന്നു പ്രസ്താവനകളുണ്ട്. പ്രസ്താവന. ആ പ്രസ്താവനകളിൽ ഒന്നാണ് ഞാൻ തന്നെ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി യോഹന്നാൻ എന്ന ഉത്തരവും ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. അപ്പം മുമ്പിലേക്ക് മുഴുവൻ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മുന്നോട്ട് പോകാം. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കേണ്ടത് എന്ത്? ഓപ്ഷൻ എ നമ്മുടെ ചിന്തകൾ, ഓപ്ഷൻ ബി നമ്മുടെ വാക്കുകൾ, ഓപ്ഷൻ സി നമ്മുടെ ശരീരങ്ങൾ, ഓപ്ഷൻ ഡി നമ്മുടെ പ്രവൃത്തികൾ. ഇതിലേതാണ്? ഓപ്ഷൻ സി നമ്മുടെ ശരീരങ്ങളെ. ഓക്കെ, ഓപ്ഷൻ സി നമ്മുടെ ശരീരങ്ങൾ എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. സഹോദരന്മാരോട് പറയുന്നതാണ്, ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശരീരങ്ങളെ. ഓക്കെ, ഓപ്ഷൻ സി നമ്മുടെ ശരീരങ്ങൾ എന്ന ഉത്തരവും ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 6 ചോദ്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ 33 വർഷത്തെ ശുശ്രൂഷയിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം എന്താണ് തോന്നുന്നത്? 33 വർഷം ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ വേല ചെയ്യുമ്പോൾ മിക്കവാറും നോർത്ത് ഇന്ത്യയിലും ഇതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വേല ചെയ്യുന്ന ആളുകൾ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, നാട്ടിലേക്ക് മടങ്ങി വരണം, നാട്ടിലെവിടെയെങ്കിലും തിരിച്ചു വന്ന് സമാധാനമായിട്ട് കഴിയണമെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ 3 പതിറ്റാണ്ടുകളിലധികം എന്ന് പറയുമ്പോൾ അതൊരു ദീർഘമായ കാലയളവ് തന്നെയാണ്. എന്താണ് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ളൊരു സന്തോഷവും ഒരു പ്രേരക ഘടകവും? സുവിശേഷ വേല തന്നെ, കർത്താവിന്റെ വേല ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അതുപോലെ വലിയ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാര്യം ഇല്ലല്ലോ. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും അതിന്റെ മധ്യത്തില് സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ. കർത്താവിന്റെ ദാസനും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. IPC കർണാടക സ്റ്റേറ്റിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കും. IPC കർണാടക സ്റ്റേറ്റിന്റെ കർത്താവിന്റെ ദാസന്റെ പേര് പാസ്റ്റർ PP ജോസഫ്. പാസ്റ്റർ PP ജോസഫ് കർണാടക സ്റ്റേറ്റിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. ദീർഘകാലം ഈ പട്ടണം പരിചയമുണ്ട്, വിവിധ ഇടങ്ങളിൽ വേല ചെയ്തിട്ടുണ്ട്. മക്കളൊക്കെ, കുഞ്ഞുങ്ങളെ കുറിച്ച് ചോദിച്ചില്ല. 2 മക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവരെന്ത് ചെയ്യുന്നു? മോനും കുടുംബം 2 പേരും PhD കഴിഞ്ഞു. മോന് PDF-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കിട്ടി. അവന് പാരീസിലേക്ക് കുടുംബമായിട്ട് മിനിഞ്ഞാന്ന് അവർ പോയി. മോളും കുടുംബവും ഗുജറാത്തിൽ. മോള് ജോലി ചെയ്യുന്നില്ല, അല്ല അവര് ജോലിയോടുകൂടെ തന്നെ 2 മക്കളും സുവിശേഷ വേലയിലും പ്രയോജനപ്പെട്ടു വരുന്നു. താല്പര്യമുള്ളവരാണ് 2 പേരും. അവരുടെ പേരുകൂടെ പറയാം, അവർ ശ്രദ്ധിക്കുമല്ലോ. മോന് ഡോക്ടർ ജോയൽ P ജോസഫ്, മരുമോള് ഡോക്ടർ സ്നേഹ ജോയൽ, ഞങ്ങളുടെ മോള് മറിയം സൂസൻ ജോസഫ്, മരുമോന് ജെറി ജെയിംസ് ജോസഫ്. അവരെല്ലാം വിവിധ ഇടങ്ങളിൽ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. മത്തായി സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശു മലയിൽ ഇരുന്ന ശിഷ്യന്മാരോട് ഉപദേശിച്ചവയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഓപ്ഷൻ ബി ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഓപ്ഷൻ സി രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഓപ്ഷൻ ഡി നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇതിൽ ഒരു വാക്ക് ഗിരിപ്രഭാഷണത്തിൽ ഉൾപ്പെടുന്നത് അല്ല. ആ വാക്ക് ഏതാണ്? ഓപ്ഷൻ ബി ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ. ഓക്കെ, ഓപ്ഷൻ ബി ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നത് ഉറപ്പിക്കുന്നു. അത് ആ വാക്യം എവിടാന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണോ അതോ ഗിരിപ്രഭാഷണം കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണോ? അത് ഗിരിപ്രഭാഷണത്തിലില്ല. ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ അയക്കുന്നെന്ന് പറഞ്ഞ യേശു അവരെ പറഞ്ഞയക്കുമ്പോഴാണ്. ഗിരിപ്രഭാഷണത്തിൽ ഇല്ല, അതില്ല. ഓക്കെ, ഓപ്ഷൻ ബി എന്ന ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി, ആ ഉത്തരം ശരിയാണ്. 7 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകി. ഇനി ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ഈ അവസാനത്തെ ചോദ്യം കഴിയുമ്പോൾ ഒരു സേഫ് സോണിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകർക്കുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന 2ാമത്തെ സൂചന കൂടെ നൽകിയാണ്. നിങ്ങൾക്കുള്ള 2ാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 2ാം സൂചന. ന്യായപ്രമാണത്താലുള്ള നീതീകരണം ഈ പുസ്തകത്തിലെ ഒരു പ്രധാന വിഷയമാണ്.
Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. നമുക്ക് മടങ്ങി വരാം. ഈ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം, ഈ ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞാൽ ഒരു സേഫ് സോണിലെത്തി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പുരോഗമിക്കുകയാണ്. മുമ്പിലോട്ട് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം, എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്താത്ത വാക്യം ഇവയിലേതാണ്? ഓപ്ഷൻ എ, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. ഓപ്ഷൻ ബി, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഓപ്ഷൻ സി, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഓപ്ഷൻ ഡി, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഏത് വാക്യമാണ് എബ്രായ ലേഖനത്തിൽ ഇല്ലാത്തത്? ഓപ്ഷൻ ഡി, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ അറിയാം. ഓപ്ഷൻ ഡി, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ആ വാക്യം എവിടെയാണെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് സഭയെ 2 കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് സഭയെ ഓർപ്പിക്കുന്ന ഗൗരവമായൊരു മുന്നറിയിപ്പാണ് സാത്താന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. പരിശോധിക്കുക. ഓപ്ഷൻ ഡി, ആ വാക്യം, ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. അങ്ങനെ ബൈബിളിൽ നിന്നുള്ള ആ 2 റൗണ്ട് നമ്മൾ പൂർത്തീകരിച്ചു. ഇനി അടുത്ത ഒരു പുതിയ റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പുതിയ റൗണ്ടിൽ പോകുമ്പോൾ 3 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. 1, ലോക മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 2, മിഷണറി ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 3, ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതായിരിക്കും തിരഞ്ഞെടുക്കാൻ എളുപ്പം? അതോ 3ഉം ബുദ്ധിമുട്ടുണ്ടോ? മിഷണറീസ് ആണ്. ഓക്കെ, മിഷണറി ചരിത്രം കുറച്ചൊക്കെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടോ? അതോ അല്പമൊക്കെ അറിയാം? അല്പമൊക്കെ അറിയാം. ലോക മതങ്ങളും വെച്ച് ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് പെട്ടെന്ന് ഈ ലോക മതങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. അവർക്ക് മുഴുവൻ ഒരു ആശയത്തെക്കുറിച്ച് ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് ഇന്ത്യയിലെ മതങ്ങളെ കുറിച്ചും, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മതങ്ങളുള്ളത്. മറ്റ് ബാക്കി ഏഷ്യ കഴിഞ്ഞാൽ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ അധികം മതങ്ങളില്ല. ഏറ്റവും കൂടുതൽ മതങ്ങൾ ഉള്ളതായിട്ടുള്ളത് ഏഷ്യ ഭൂഖണ്ഡത്തിൽ. അതുകൊണ്ട് നമുക്കാണ് ഏറ്റവും കൂടുതൽ മതങ്ങളെ കുറിച്ച് അറിയാവുന്നത്. പ്രായമുള്ള ആളുകൾ കൂടുതലും തിരഞ്ഞെടുത്തിട്ടുള്ളത് റിലീജിയനാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മിഷൻ ഹിസ്റ്ററി കുറച്ചുകൂടി ബൃഹത്താണ്, എന്നാലും ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങളും നടന്നത് ഏഷ്യയിലാണ്. ഏഷ്യൻ കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ മിഷന് കാരണമായി തീർന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം. ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 3ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, 5 വർഷം കൊണ്ട് തന്നോടുകൂടെ പ്രവർത്തിക്കാൻ 1153 പേരെ നേടിയ മിഷണറി. ഓപ്ഷൻ എ, ഹഡ്സൺ ടൈലർ. ഓപ്ഷൻ ബി, ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഓപ്ഷൻ സി, അഡോണിറാം ജഡ്സൺ. ഓപ്ഷൻ ഡി, ബർത്തലോമിയോ സീഗൻബാഗ്. ഇതിലാരാണ് 5 വർഷം കൊണ്ട് 1153 പേരെ നേടിയ മിഷണറി? 2 മിഷണറിമാർ ഇന്ത്യയിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചവരാണ്. ബാക്കി ഒരാൾ ചൈനയിലും ആഫ്രിക്കയിലും ഉള്ള ആളുകളാണ്. ആരോ ഒരാൾ 5 വർഷം കൊണ്ട് 1100-ലധികം ആളുകളെ നേടിയിട്ടുണ്ട്. ചിന്തിക്കാം. ഇന്ത്യക്കാരായ, ഇന്ത്യയിലും പരിസര പ്രദേശത്തും പ്രവർത്തിച്ച മിഷണറിമാരും അത്രത്തോളം നേടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. ഓപ്ഷൻ ഡി, ബർത്തലോമിയോ സീഗൻബാഗ്. ഓപ്ഷൻ ഡി, ബർത്തലോമിയോ സീഗൻബാഗ്. ബർത്തലോമിയോ സീഗൻബാഗ് ഒരുപക്ഷെ നേടിയിട്ടുണ്ടാകാൻ നമുക്ക് പരിശോധിക്കാം. അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ബർത്തലോമിയോ സീഗൻബാഗ് ഭാരതത്തിലേക്ക് വന്നിട്ടുള്ള പ്രഥമ മിഷണറിമാരിലെ, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരിലെ ഒരാളാണ് ബർത്തലോമിയോ സീഗൻബാഗ്. അതുമായിട്ട് മുന്നോട്ട് പോകാം, നമുക്ക് നോക്കാം. ഏതായാലും നമ്മളൊരു സേഫ് സോണിലാണ്. ഒരു സമ്മാനത്തുക ഉറപ്പായിട്ടുമുണ്ട്. ബൈബിളിൽ നിന്നുള്ള മിഷണറി ചരിത്രം ഓഫ് കോഴ്സ് അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ഭാഗം തന്നെയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി, ബർത്തലോമിയോ സീഗൻബാഗ് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അഡോണിറാം ജഡ്സണും കൂടെ കുറച്ചുകൂടെ ബർമ കേന്ദ്രീകരിച്ച് ബർമയിലും പ്രവർത്തിച്ച ഒരാളാണ്. അഡോണിറാം ജഡ്സൺ കുറച്ചുകൂടെ
പ്രായം കുറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടെ ഓടുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. കൂടുതൽ ആളുകളുടെ ഇടയിൽ എനിക്കും അങ്ങനെ ഒരു സംശയം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഹഡ്സൺ ടൈലർ ഓഫ് കോഴ്സ് അങ്ങനെ നേടാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് പരിശോധിക്കാം. ടെൻഷനൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇനി അഥവാ ഈ ഉത്തരം തെറ്റി പോയാൽ നിരാശ തോന്നുമോ? ഇല്ല. ബൈബിളിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരു സമ്മാനത്തുകയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നിരാശപ്പെടേണ്ടതില്ല. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം 3ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ബർത്തലോമേയോസ് സീഗൻബാഗ് എന്ന ഉത്തരമാണോ? ഹഡ്സൺ ടൈലർ ആണ്. ഏറ്റവും കൂടുതൽ 5 വർഷം കൊണ്ട് 1153 പേരെ ചൈനയിൽ നേടിയ മിഷണറി. മടങ്ങി വരുന്നതിന് മുമ്പ് പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ സൂചന ഇതാണ്. സൂചന ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയിക്കുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന. യേശുവിന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്ന പൗലോസിനെ ഈ ലേഖനത്തിലാണ് നാം കാണുന്നത്. ആന്റി വളരെ കൃത്യമായിട്ട് ഇത്രയും സമയം ഉത്തരം പറഞ്ഞു വന്നു. മിഷണറി ചരിത്രം അല്പം ബുദ്ധിമുട്ടാണ്. നമുക്ക് ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. എങ്കിലും വളരെ മനോഹരമായിട്ട് മത്സരിച്ചു. എന്തു തോന്നുന്നു മത്സരിച്ചതിൽ? കുഴപ്പമില്ല. ചൈനയിലെന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ഹഡ്സൺ ടൈലർ എന്ന് പറഞ്ഞേനെ. ചൈനയിൽ ചോദിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം തന്നെ ഇത്രത്തോളം അഡോണിറാം ജഡ്സണും ബർത്തലോമേയോസ് സീഗൻബാഗ് മാത്രമാണ് ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് ഒരു സംഖ്യ നേടാത്ത ആളുകൾ. അഡോണിറാം ജഡ്സണും എനിക്ക് തോന്നുന്നു ഹഡ്സൺ ടൈലർ അത്രത്തോളം വന്നിരുന്നോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അഡോണിറാം ജഡ്സൺ ആയിരുന്നു കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടായിരുന്ന ആളുകൾ. ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? നല്ല പ്രോഗ്രാമാണ്. ഏതായാലും ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോൾ കടന്നു വന്ന് മത്സരിക്കാനും കാണിച്ച സ്നേഹത്തിന് പ്രത്യേകം ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പ്രോഗ്രാമുകൾ പങ്കെടുക്കട്ടെ. ഞങ്ങളും പ്രോഗ്രാം ഇനി മുൻപിലേക്ക് പോകുമ്പോൾ ഒരുപാട് പരിഷ്കരണങ്ങൾ വരുന്നു, ഒരുപാട് മാറ്റങ്ങൾ വരുന്നു, പാറ്റേണൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും കർത്താവിന്റെ ദാസിക്കും ദാസനും കുടുംബത്തിനും പ്രത്യേകം നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.